നമസ്കാരം. കോളേജുകളിലേക്ക് ആദ്യമായി പോകുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ചിന്തകളിലൊന്നാണ് റാഗിംഗ്. നമുക്ക് ചുറ്റും പരിശോധിച്ചാൽ റാഗിംഗ് മൂലം നിരവധി കഷ്ടതകൾ അനുഭവിച്ച വിദ്യാർത്ഥികളുടെ ധാരാളം കഥകൾ കണ്ടെത്താനാകും. കോളേജുകളെ സ്വച്ഛമായ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുകയും പേടിയുടെ ഒരു ദൂഷിത ഫലം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയയെ റാഗിങ്ങിനെതിരെ നിയമപരവും ബോധവൽക്കരണപരമായ നിരവധി നടപടികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് തുടരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്. ഒരു വ്യക്തികളോ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ബുള്ളിയിടെ പെട്ടതാണ് ഈ ഒരു റാഗിങ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, റാഗിങ് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്നും അവരുടെ കംഫർട്ട് സോൺ പൊളിച്ച് അവരെ കൂടുതൽ മികവുറ്റവരാക്കാമെന്നും ഒക്കെയുള്ള ഒരു പിന്തിരിപ്പൻ ചിന്ത ഉള്ളവരും നമുക്കിടയിലുണ്ട്. ഈ റാങ്കിങ് കാരണം മരണം സംഭവിച്ചവരുണ്ട്, കോമ സ്റ്റേജിലായവരുണ്ട്, അംഗഭംഗം നേരിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് റാഗിങ് മനസ്സിലേൽപ്പിക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത്. തന്റെ വ്യക്തിത്വത്തിന് നേരിടുന്ന അപമാനം പലർക്കും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽപ്പെട്ട് എന്താ പറയാ പല PTSD പോലുള്ള ഒരു അവസ്ഥകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരൊക്കെയുണ്ട്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുണ്ട്. ഈ സമൂഹമായി ബന്ധം വിച്ഛേദിച്ച് ഒറ്റപ്പെട്ടു എന്ന ക്രൂര വിനോദത്തിൽ ജീവിതവും കരിയറും തകർന്ന എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ വിഷമം കണ്ട് കണ്ണീർ തുടച്ചു വെക്കുന്ന ഒരുപറ്റം രക്ഷിതാക്കളും കുടുംബാംഗങ്ങളുമുണ്ട്. ഒരു ക്യാമ്പസില് പുതുതായി വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ എന്താ പറയാ ഒരു അപ്രമാദിത്വം കാട്ടാനുള്ള ഇരകളാണ് സീനിയേഴ്സ് ചിന്തിക്കുന്നിടത്താണ് ഈ റാഗിങ്ങിന്റെ വളം ആരംഭിക്കുന്നത്. മുൻപ് തങ്ങളും റാഗ് ചെയ്യപ്പെട്ടിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കണമെന്ന ന്യായം ഇതിന് പറയുന്നവരുണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നിരവധി റാഗിങ്ങൾ നടക്കുന്നത്. അതായത് മുൻപ് തങ്ങൾക്ക് സീനിയേഴ്സിൽ നിന്ന് അനുഭവപ്പെട്ടത് ഇനി വരുന്ന ജൂനിയേഴ്സിനെ ഏൽപ്പിക്കുക എന്നൊരു മൈൻഡോട് കൂടിയാണ് പലതരത്തിലും ഈ റാഗിങ് അതിനേക്കാൾ ഉപരി ഞങ്ങൾ സീനിയേഴ്സ് ആണ് അഹങ്കാരം കൂടി അതിലുണ്ട്. ഞങ്ങൾ വരുന്ന പിള്ളേരെല്ലാം എന്താ ഞങ്ങളുടെ കീഴിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ 10 ഓണം ഉണ്ടതാണ്, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കുക. ഈ കോളേജുകളിലൊക്കെ ആന്റി റാഗിങ് അല്ലെങ്കിൽ റാഗിങ് ചെയ്യൂല അങ്ങനെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതി കൊടുക്കുന്ന കോളേജുകൾ വരെ ഉണ്ട്. എന്നിട്ടും ആ കോളേജുകളിൽ വരെ റാഗിങ് നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലേക്ക് വരുന്നത് ഒരു വിദ്യാർത്ഥി മാത്രമല്ല, ഒരു സ്വതന്ത്ര വ്യക്തി കൂടിയാണ്. അയാളെ റാഗ് ചെയ്യാനോ അയാളെ സമ്മതമില്ലാതെ ഒരു പാട്ട് പാടാൻ പോലും ആവശ്യപ്പെടാനോ ഒരു സീനിയറിനും അവകാശമില്ല. അതിപ്പോ ദ്രോഹിക്കുന്ന റാഗിങ് ആയാലും, നീ ഒരു പാട്ട് പാട് അല്ലെങ്കിൽ നീ ഒരു ഡാൻസ് കളിക്ക്, അങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ള റാഗിങ് ആയാലും റാഗിങ് അനുവദനീയമല്ല കോളേജുകളിൽ. അതൊക്കെ നിയമപരമായിട്ടല്ലേ ഈ രാജ്യത്തെ ഭരണഘടന, നീതിന്യായ വ്യവസ്ഥയൊക്കെ അത് ഉറപ്പു നൽകുന്നുണ്ട്. എത്രത്തോളം ഭീകരമായിരുന്നു ആ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ആ റാഗിങ്? ശരിക്കും നമ്മള് ഞെട്ടിപ്പോണം. നമ്മൾ ഈ സിദ്ധാർത്ഥിന്റെ സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ആ കുട്ടി എന്തൊക്കെ ക്രൂരത സഹിച്ചാണ് മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇപ്പൊ നമ്മള് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പക്ഷെ ഈ ക്യാമ്പസുകളിലേക്കാളും ഹോസ്റ്റൽ മുറികളിലാണ് ഈ റാഗിങ്. ഈ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ പോലും ഹോസ്റ്റൽ മുറിയിലാണ്. അതെ. അപ്പോ ഈ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും ഈ രക്ഷിതാക്കൾ, അതായത് പഠിക്കാൻ പിള്ളേരെ പറഞ്ഞു വിടുന്ന രക്ഷിതാക്കളുടെ ഒരു ആശങ്ക നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അവരുടെ ഈ സിദ്ധാർത്ഥന്റെ വന്നപ്പോ തന്നെ ഒരുപാട് മാതാപിതാക്കൾക്ക് അതൊരു വലിയൊരു ഭയമായിട്ട് മാറി. അവരെ കോളേജിലയക്കുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിലയക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും, അവിടെ സുരക്ഷിതരായിരിക്കും എന്ന ഒരു ആശങ്കയൊക്കെ ഉടലെടുത്തതാണ്. ഇപ്പൊ ഈ സംഭവം കൂടി കഴിഞ്ഞ 3 മാസമായിട്ട് ക്രൂരമായ റാഗിങ് ആയിരുന്നു ഈ 5 സീനിയർ വിദ്യാർത്ഥികള് ആ കുട്ടികളെ റാഗിങ്ങിന് വിധേയരാക്കിയത്. ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഇവരെന്തായാലും. കോളേജ് തുറന്ന ദിവസം മുതൽ ഹോസ്റ്റലിൽ റാഗിങ് നടക്കുകയാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കോളേജിൽ അധ്യയനം തുടങ്ങിയ എനിക്ക് തോന്നുന്നത് നവംബർ 4 മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ 6 വിദ്യാർത്ഥികളെ റാഗിങ്ങിന് ആക്കുകയായിരുന്നു. അതായത് ഈ റാഗിങ് എന്ന് വെച്ചാൽ കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കും, എന്നിട്ട് ഈ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തും, എന്നിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കും. ശരീരമാസകലം വരഞ്ഞ് ആ കത്തിയൊക്കെ വെച്ച് വരഞ്ഞ് മുറിവുണ്ടാക്കും. എന്നിട്ട് ഈ മുറിവുകളിൽ ലോഷൻ എടുത്ത് ഒഴിച്ചു കൊടുക്കും. ലോഷൻ വീണിട്ട് വേദന എടുത്ത്, സ്വാഭാവികമായിട്ട് ആ മുറിവിൽ ലോഷൻ വീഴുമ്പോൾ എന്ത് വേദനയായിരിക്കും. അപ്പൊ ഈ വേദന എടുത്ത് ഇങ്ങനെ പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളും ക്രീം തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. നഗ്നരാക്കി നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ നമ്മളെ ഡമ്പൽ, അതായത് നമ്മളെ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന
ഇങ്ങനെ ഈ ഒരു ഡമ്പൽ എടുത്ത് തൂക്കിയിടും. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനായി ഊഴമിട്ട് പിരിവെടുത്തിരുന്നു എന്നതടക്കമുള്ള അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് അല്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു പരാതിയിലൂടെ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ് ഇത്രയും ക്രൂരമായ റാഗിങ് നടന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇത്രയും കാലം ഒന്നില്ലെങ്കിൽ ആൺകുട്ടികളല്ലേ, അപ്പൊ ഇത്രയും കാലം അവരിങ്ങനെ റാഗ് ചെയ്തിരുന്നപ്പോ അവർക്ക് പുറത്ത് പറഞ്ഞൂടെ എന്നൊരു ചോദ്യം ഇവിടെ സ്വാഭാവികമാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഏതൊരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പീഡനമൊന്നും പുറത്തറിയാതിരിക്കാൻ തീർച്ചയായിട്ടും ക്രിമിനലുകൾ തന്നെയാണ്. ഈ പീഡനം പുറത്തറിയാതിരിക്കാൻ വേണ്ടി റാഗിങ്ങിന് വിധേയരാകുന്ന 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി അവര് ആ മദ്യം കുടിക്കുന്ന വീഡിയോ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അതായത് ഈ റാഗിങ് പുറത്ത് ഈ റാഗിങ്ങിന് വിധേയരായ കുട്ടികൾ പറയുകയാണെങ്കിൽ ഇതേ അവന്മാര് മദ്യപിച്ചോ എന്ന് പറഞ്ഞ് ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തും. ക്രിമിനലുകൾ വളർന്നു വരുന്ന ക്രിമിനലുകൾ എന്നെ പറയണം. പിന്നെ ഈ വീഡിയോ എങ്ങാനും പുറത്തായാൽ പഠനം തന്നെ, അതായത് ഞങ്ങൾ മദ്യപിക്കുന്നു, ഇപ്പൊ ഞങ്ങൾ പഠിക്കാൻ കയറിയിട്ടുള്ളൂ, ഞങ്ങൾ മദ്യപിക്കുന്ന വീഡിയോ പുറത്തായ എന്താണ് ആ പിള്ളേരുടെ ഭാവി? അത് പേടിച്ച് ആരും റാഗിങ് പുറത്ത് പറയില്ല. അങ്ങനെയായിരുന്നു ഇത്രയും കാലം അവരായിരുന്നത്. ഈ വീഡിയോ പുറത്തു പോയ പഠനം തന്നെ നിലച്ചു പോകുമോ, അങ്ങനെ ഒരു പേടി അവർക്കുണ്ടാകും. പീഡനത്തിന് ഇരയായവർ അതുകൊണ്ട് ഈ പീഡന വിവരമൊന്നും പുറത്ത് പറഞ്ഞിരുന്നില്ല. നിലവില് 5 ക്രിമിനലുകളെയാണ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും കൂടുതൽ പേർക്ക് ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇനി ഈ ഇരയായ വിദ്യാർത്ഥികളിൽ ഒരാളോട് സീനിയർ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് നൽകാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നമ്മുടെ ഹോസ്റ്റലുകളിൽ നടക്കുന്ന സംഭവങ്ങള്. ഈ ഒരു ക്രൂര മർദ്ദനം സഹിക്കാൻ വയ്യാതായപ്പോ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെ വിവരം അറിയിക്കായിരുന്നു. രക്ഷിതാക്കൾ നിർദ്ദേശിച്ച പ്രകാരമായിരുന്നു ഈ 1ാം വർഷ വിദ്യാർത്ഥികള് ഒടുവില് അല്ല, 1ാം വർഷ ഒരു വിദ്യാർത്ഥി മാത്രമാണ് ആദ്യം പരാതി. അപ്പൊ ആരായാലും ഈ രക്ഷിതാക്കളെ വിവരം അറിഞ്ഞതോടെയാണ് അത് പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ, അതൊരു പരാതിയായിട്ട് പറയാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ കുട്ടികൾ എത്തിയത്. എന്തായാലും പോലീസിൽ പരാതി നൽകി. തുടക്കത്തില് തർക്കം എന്ന് കരുതിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്, ഹോസ്റ്റലിലെ തർക്കം. പക്ഷെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും ഇത്രയും വലിയ ക്രൂരതയാണ് ഈ ഹോസ്റ്റലിൽ നടന്നത്. എന്തുമാത്രം ക്രൂരതയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഇത് നമ്മുടെ കോളേജുകളിലെ ക്യാമ്പസുകളിലും ഹോസ്റ്റലിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? വളർന്നു വരുന്നത് ക്രിമിനലുകളാണോ, അതോ വളർത്തി വിടുന്നത് പടച്ചു വിടുന്നത് എല്ലാം ക്രിമിനൽ, എല്ലാത്തിനും ക്രിമിനൽ ബുദ്ധി? എന്താണ് ഈ സംഭവിക്കുന്നത്? ശരിക്കും ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത്രയും ക്രൂരമായിട്ട് സ്വന്തം ശരീരം പോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെ ശരീരം. അപ്പൊ ഇവർക്ക് എങ്ങനെ ഇത്രയും ക്രൂരമായിട്ട്, അതും ഇത്രയും കോളേജിൽ പഠിക്കുന്ന പയ്യന്മാരാണ്, ഇവന്മാരൊക്കെ വളർന്നു വന്ന് എന്തായിരിക്കും ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്നത് അല്ലെ? ശരിക്കും പറയാൻ അതിശക്തമായ വിദ്യാഭ്യാസ രംഗമുള്ള ഇന്ത്യയിൽ ഈ റാഗിങ്ങിനെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ സുപ്രീം കോടതി ശക്തമായി ഇടപെട്ടതിനെ തുടർന്ന് 2009 മുതൽ ആന്റി റാഗിങ് ഹെൽപ്പ് ലൈൻ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ റാഗിങ്ങിന്റെ പൊതുവായ തീവ്രത കുറഞ്ഞെങ്കിലും പക്ഷെ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ സീനിയേഴ്സിന്റെ എന്താ പറയാ, അവരുടെ കോപമൊക്കെ ഭയന്ന് ഈ ഫ്രഷേഴ്സ് വിദ്യാർത്ഥികളൊക്കെ പരാതിപ്പെടാൻ മടിക്കുന്നത് ഈ റാഗിനെതിരെയുള്ള നടപടികളൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഉറപ്പായിട്ട് ഈ കോളേജിൽ അവര് ജോയിൻ ചെയ്യുന്ന ആ സമയം എത്ര വയസ്സുണ്ടാകും, അല്ലെങ്കിൽ എത്ര ആ ഒരു മാനസികാവസ്ഥ, നമ്മളും ആ ഒരു മാനസികാവസ്ഥയൊക്കെ കടന്നു വന്നവരാണ്. അവർക്ക് അത്രയും പ്രതികരിക്കാനുള്ള ഒരു കെൽപ്പ് അപ്പൊ ഉണ്ടാകില്ല. അതെ, ഈ പല സ്ഥലങ്ങളിലും മൃദുവായ റാഗിങ് എന്നൊക്കെ പേരിൽ നടക്കുന്ന ഇതൊക്കെ മാനസിക ചൂഷണങ്ങളാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ നടത്തുന്നത്. ഈ ഫ്രഷർ വിദ്യാർത്ഥികളെ കൊണ്ട് വസ്ത്രം കഴിയിക്കുക, അവരിൽ നിന്ന് പണം വാങ്ങുക, അവരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണമെന്ന് പറയുക, ഇതൊക്കെ എന്താ പറയാ അത്ര മൃദുവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതില് പിന്നീട് മക്കളുടെ ഈ അവസ്ഥയൊക്കെ കണ്ട് നെഞ്ചു നിറഞ്ഞ മാതാപിതാക്കളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് കാണേണ്ടി വരും. എത്രയോ പിള്ളേർ ഇങ്ങനെ പഠനം നടത്തിയിരിക്കുന്നു റാഗിങ് കാരണം. ഇപ്പൊ രക്ഷിതാക്കൾ ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞ രക്ഷിതാവ് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാന്ന്. അല്ലാതെ അത്രയും സ്ട്രോങ് അല്ലാത്ത പാവപ്പെട്ട രക്ഷിതാക്കളാണെങ്കിൽ അവര് പറയും എന്നാ മക്കൾ പഠിക്കണ്ട, മക്കൾ ഇങ്ങ് പോര് എന്ന് പറഞ്ഞ് അവര് കൂടുതൽ അങ്ങനെ അത്രയും സ്ട്രോങ് അല്ലാത്തൊരു നീ പഠനം നിർത്തി ഇങ്ങ് പോര്, ഇത്രയും സഹിച്ച് അവിടെ നിൽക്കണ്ടെന്ന് പറയുന്നവരെ എത്രയോ പേര് ഇങ്ങനെ പഠനം നിർത്തിയിരിക്കുന്നുണ്ടാകാം. നമുക്കറിയില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തിയ ഈ റാഗിങ്ങിന്റെ പേരിൽ പഠനം നടത്തിയ ഒരുപാട് പേരെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം, നമുക്ക് പറയാൻ പറ്റൂല. അപ്പോ നമുക്ക് സുരക്ഷിതമായിട്ട് പഠിക്കുക, സ്വാതന്ത്ര്യം, ഒരു സുരക്ഷിതമായ പഠനം നമുക്ക് പറ്റുന്നില്ല, സുരക്ഷിതമായിട്ടായിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ റാഗിങ്ങിനെതിരെ വളരെ ശക്തമായ നിയമം തന്നെ നിലവിലുണ്ട്, പക്ഷെ അത് നടപ്പാക്കാൻ പറ്റുന്നില്ല അല്ലെ? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നത് അത് പറയുന്ന ഈ കോളേജിന്റെ റെപ്യൂട്ടേഷൻ,
പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെയും അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി യൂണിറ്റുകളുടെയും ഒക്കെ ഒരു ഇടപെടല്, കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ ഇടവരുന്നത്, ഇതൊക്കെ ഒരു പ്രധാന കാരണമാണ്. ഇത്തരം കാര്യങ്ങളാണ് ശക്തമായ നടപടികളിൽ നിന്നും അധികൃതരെ പിന്തിരിപ്പിക്കുന്നത്. ഈ നിയമം നടപ്പിലാക്കുന്നതെന്ന് പിന്തിരിപ്പിക്കുന്ന ഇത്തരം ഘടകങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ സമൂഹത്തെ കാര്യമായി ബാധിക്കും എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോ ഈ ഏത് വിധത്തിലൊക്കെയാണ് ഈ പരാതി നൽകേണ്ടതെന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് നേരിടും. ഉറപ്പായിട്ടുണ്ടാകും. അപ്പോ നമ്മൾ ഏത് വിധത്തിലാണ് പരാതി നൽകുക എന്നത് ശരിക്കും ഈ വിദ്യാർത്ഥിയോ മാതാപിതാക്കളോ രക്ഷകർത്താവോ അധ്യാപകനോ ആണ് ശരിക്കും റാഗിങ്ങിനെതിരെ പരാതി നൽകേണ്ടത്. ഇവര് ഇപ്പൊ വിദ്യാർത്ഥിക്ക് വയ്യെങ്കിൽ മാതാപിതാക്കൾ പരാതി നൽകട്ടെ, വിദ്യാർത്ഥിക്ക് മാതാപിതാക്കൾക്കും വയ്യെങ്കിൽ രക്ഷകർത്താവോ അധ്യാപകനോ പരാതി നൽകട്ടെ. ഏത് സ്ഥാപനത്തിൽ വെച്ചാണോ ഈ റാഗിങ് സംഭവിച്ചത് ആ സ്ഥാപനത്തിന്റെ തലവൻ അഥവാ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും പരാതി നൽകേണ്ടത്. പിന്നെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പ്രധാന അധ്യാപകനോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചാർജുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആണ് എന്നത് ഈ നിയമത്തിന്റെ വകുപ്പ് 2A പറയുന്നുണ്ട്. എന്തായാലും ഈ പരാതി നൽകിക്കഴിഞ്ഞാൽ അടുത്ത എന്ത് നടപടി സ്വീകരിക്കുന്നത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് അല്ലെ. എന്തൊക്കെ നടപടികളായിരിക്കാം സ്വീകരിക്കുക? ഇങ്ങനെ ഒരു റാഗിങ്ങിനെതിരെ പരാതിപ്പെട്ട എന്തൊക്കെ നിയമ നടപടിയാണ് സ്വീകരിക്കാം? അതായത് ഈ റാഗിങ്ങുള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു 7 ദിവസത്തിനകം അന്വേഷണം നടത്തേണ്ടതാണ്. പരാതി ശരിയാണ് എന്ന് ബോധ്യമായ ഈ ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുകയും പരാതി പോലീസിന് കൈമാറുകയും വേണം എന്നത് ഈ നിയമത്തിന്റെ വകുപ്പിൽ പറയുന്നുണ്ട്. ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് ബോധ്യമായ ഈ വിവരം പരാതിക്കാരനെ രേഖാമൂലം അറിയിക്കുകയും വേണം. അപ്പോ ഈ റാഗിങ്ങിന്റെ ശിക്ഷാവിധികളെ കുറിച്ച് നമുക്ക് പല സംശയങ്ങളും കാണാം. ഈ റാഗിങ് നടത്തിയ വിദ്യാർത്ഥിക്ക് അത് തെളിയിക്കപ്പെട്ട 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 10,000 രൂപയാണ് ഈ പിഴ ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. കൂടാതെ പിന്നീട് വരുന്ന 3 വർഷത്തേക്ക് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതല്ല. എന്താ പറയാ, അത് വകുപ്പ് 4, 5 എന്നിവയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഗിങ്ങിനെതിരെയുള്ള നിയമം വളരെ ശക്തമാണ്. ഏതൊരു നിയമം നടപ്പാക്കാവുന്നത് അത് നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ശ്രദ്ധിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോ നിയമനിർമ്മാണം മാത്രം കൊണ്ട് കാര്യമില്ല, അത് ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിന് അധികാരികൾ, പ്രത്യേകിച്ചും കോളേജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോസ്റ്റലിനെ സംബന്ധിച്ച് അതിന് അധികാരികൾ ഉണ്ടാകില്ല. അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇങ്ങനെ റാഗിങ് നടക്കുന്നുണ്ടോ എന്നൊക്കെ അവര് ശ്രദ്ധിക്കണം. അവര് കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് കുറച്ചുകൂടി ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഈ റാഗിങ് ഒക്കെ കോളേജിൽ നിന്നും ക്യാമ്പസിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടികൾ അവരുടെ മനസ്സ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രയും സ്ട്രോങ് അല്ലാത്ത പിള്ളേരായിരിക്കും. അപ്പോൾ അധികാരികൾ, മുതിർന്നവർ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ എടുക്കേണ്ടത്. മാത്രമല്ല ഈ റാഗിങ് നമ്മൾ ആരുടെ അടിമയല്ല എന്ന് കുട്ടികളും കൂടി ചിന്തിക്കുക. സിദ്ധാർത്ഥിന്റെ റാഗിങ്ങിൽ പോലും എത്ര പേരാണ് അതിൽ ദൃക്സാക്ഷികളായത്? എന്നിട്ട് ആരെങ്കിലും പോലും ചെയ്തില്ല ഒരൊറ്റ എണ്ണം. കാരണം അത് ഓക്കെ, നമുക്ക് പാർട്ടി ബേസിൽ നിന്നൊക്കെ നമുക്കറിയാലോ, ആ സംഭവങ്ങളൊക്കെ അറിയാലോ. പാർട്ടിയെ ഭയന്ന് ചിലപ്പോ പറയാതിരുന്നു, ഓക്കെ. എന്നാൽ പോലും നമ്മൾ ആരുടെ അടിമയല്ല. നമ്മളെ ഭരിക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല. നമുക്ക് ഒരു ഉപദേശം, ഉപദേശമൊക്കെ ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് അതൊരു ഭരണം അല്ലെങ്കിൽ ഒരു അടിമത്തം നമ്മളെ അടിമയാക്കുന്നു എന്ന തരത്തിലേക്ക് പോയാൽ റിയാക്ട് ചെയ്യാൻ തന്നെ വേണം. അതിപ്പോ ആരായാലും ഏത് പ്രായക്കാരായാലും നമ്മൾ ആരുടെയും അടിമയല്ല എന്നൊരു ചിന്തയോടെ വേണം നമ്മളായിരിക്കാൻ. അതുപോലെ തന്നെ ഈ റാഗിങ് ഒക്കെ വരുന്ന കുട്ടികളെങ്കിലും ഈ റാഗിങ് തുടക്കത്തിൽ തന്നെ നുള്ളി അറിയണം, പറയേണ്ടവരടുത്ത് പറയണം. അല്ലെങ്കിൽ റാഗിങ്ങിന് വിധേയരാകുമ്പോൾ അത് ഇത്രയും ശാരീരികമായിട്ടുള്ള റാഗിങ്, നമ്മൾ ഒരാൾ സൈലന്റ് ആയ ഇപ്പൊ തന്നെ ഈ കുട്ടി പരാതിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് അറിയില്ലായിരുന്നു, ഇത് ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരാൾ പരാതിപ്പെട്ടതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ റാഗിങ്ങിന് വിധേയരായി എന്ന് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ. ഒരാൾ റിയാക്ട് ചെയ്തപ്പോഴാണ് പിന്നാലെ ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്തുകൊണ്ട് വന്നത്. 6 വിദ്യാർത്ഥികളാണ് ഈ റാഗിങ് ഇരയായത്. അത് മറ്റുള്ളവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഓക്കെ, അത് മദ്യം കൊടുത്ത് ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിരുന്നു, അതായത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. നാളെ അവർക്കെതിരെ തിരിയും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. പക്ഷെ ആ വിദ്യാർത്ഥികളെ, ഈ നഴ്സിംഗ് പഠനം നടത്താൻ വന്ന വിദ്യാർത്ഥികളെ മാനസികമായി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നാളെയുടെ വാഗ്ദാനങ്ങളാണവർ. ഈ സ്വന്തം അരികെ രോഗികളായിട്ട് എത്തുന്നവരെ ചേർത്ത് പിടിക്കേണ്ട എന്താ പറയാ മാലാഖമാരാണ് ഈ ഒരു ക്രൂര വിനോദം നടത്തുന്നത്. അതായത് ശരീരത്തിൽ മുറിവുകൾ ഉണക്കേണ്ടവരാണ് ആ മുറിവുകൾ ഉണ്ടാക്കുന്നത്. ആ മുറിവുകളിൽ ലോഷൻ, ക്രീം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തേച്ച് അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ക്രൂരമാണ്, ക്രിമിനൽ ബുദ്ധിയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരെയും അടിമയല്ലെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ പോലും വേദനിക്കുന്നതിനെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ റിയാക്ട്
റിയാക്ട് ചെയ്യണം, നമ്മൾ പ്രതികരിച്ചേ മതിയാകുള്ളൂ. അത് വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ഇതിനെയൊക്കെ ആര് വേദനിപ്പിക്കുന്നോ അവിടെ നമ്മൾ റിയാക്ട് ചെയ്ത് മുന്നോട്ട് പോകണം. അതെ, നിയമനിർമ്മാണം മാത്രമല്ല അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഗവൺമെന്റും അധികാരികളും ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നാം ഇനിയും ഇത് ആവർത്തിക്കപ്പെടും, ഒരുപാട് പേർ ഇതിന് ഇരകളാകി മാറുകയും ചെയ്യും.